കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നത് തടയാൻ ഇനി രാത്രി മുഴുവൻ ഉറക്കമിളച്ച് കാവലിരിക്കേണ്ട കാര്യമില്ല. തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്തിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആനകളെ അകറ്റി നിർത്തുന്നത്. വെല്ലൂർ ആസ്ഥാനമായ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഗ്രാമീണർക്ക് തുണയായി മാറിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ മനുഷ്യൻ എന്തെല്ലാം പെടാപ്പാടാണ് പെടുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം വന ഡിവിഷനടുത്തുള്ള ഇരുളൽപ്പതി എന്ന ഗ്രാമത്തിലാണ്. ഇവിടെ സ്ഥിരമായിട്ട് കാട്ടാന ഇറങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സാങ്കേതിക വിദ്യയോടുള്ള ഒരു കുഞ്ഞൻ ഉപകരണം കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് വരുന്നത് തടഞ്ഞിരിക്കുകയാണ്. എനിക്ക് മുന്നിൽ കാണുന്ന ഈ കഥാപാത്രമാണ് ഇപ്പോൾ കാട്ടാനകളെ ഓടിക്കുന്നത്. ഈ ഉപകരണം എങ്ങനെയാണ് ആനയെ ഓടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അവിടെ ഒരു ക്യാമറയുണ്ട്. ഇവിടെ ഈ ടവറിൻ്റെ മേളിലും ഒരു ക്യാമറയുണ്ട്, ഒരു സ്പീക്കറുണ്ട്, മറ്റൊരു എക്യുപ്മെൻറ്റുമുണ്ട്. അവിടെ ഒരു മുറിയിൽ ഇതിൻ്റെ സിസ്റ്റം വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 400 മീറ്റർ പരിധിയിലാണ് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ആനകൾ സ്ഥിരമായിട്ട് ഇറങ്ങി വരുന്ന പ്രദേശമാണിത്. ആ പ്രദേശങ്ങൾ 400 മീറ്റർ പരിധിയിൽ ഈ സംവിധാനം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഈ ആന എവിടെ വന്നാലും, ഈ പ്രദേശങ്ങളിൽ എവിടെ തലപൊക്കിയാലും ഇവിടെ നിന്ന് വലിയ ശബ്ദത്തിൽ അലാമടിക്കും. അതായത് ഈ ആനകളുടെ എല്ലാം ചിത്രങ്ങൾ സാങ്കേതിക വിദ്യയോടെ ഈ സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറയിൽ ഈ 400 മീറ്റർ പരിധിയിൽ എവിടെ ആന പൊങ്ങിയാലും ഈ സിസ്റ്റത്തിൽ നിന്ന് മെസ്സേജ് ആയിട്ട് വരും, ഈ ആന ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള സന്ദേശം കൊടുക്കും. ഇത് ഭയങ്കരമായ ശബ്ദം കൊടുക്കും. 108 ആംബുലൻസ് പോകുന്ന ശബ്ദം, വലിയ ശബ്ദത്തിൽ നാട്ടുകാരെല്ലാം കൂടെ ഓടി വന്ന ആനയെ ഓടിക്കുന്ന ശബ്ദം, ട്രെയിൻ പോകുന്ന ശബ്ദം, വെടിവെക്കുന്ന ശബ്ദം, അങ്ങനെ വിവിധതരം ശബ്ദങ്ങൾ ഇങ്ങനെ മാറി മാറി അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ആന വിചാരിക്കും ഇത് വരികയാണ്. പക്ഷേ ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. സാങ്കേതിക വിദ്യ ആണെങ്കിലും ഇനി ആനകൾ ഇതും മനസ്സിലാക്കി വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ലോങ് ടൈമിൽ. പക്ഷേ ഷോർട്ട് ടൈമിൽ ഈ സംവിധാനം വിജയകരമാണ് എന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്. இப்போ ஆனை வந்தோன்னா எங்களுக்கு ஒரு நிம்மதியாக இருக்குங்க. சத்தம் போட்டாலும் நம்ம பார்த்துக்குறோம். எங்களுக்கு நைட்டு பகல் தூக்கம் இல்லாமல் இருந்தோம். தூங்கவே முடியாதுங்க. இந்த மாதிரி போட முன்னாடி தூங்கவே இல்லைங்க. எங்களுக்கு எந்த இடத்துல எப்படி வருது என்ன போகுதுன்னு நம்மளுக்கு தெரியாது. இப்போ கேமரா மாட்டினா எங்களுக்கு நிம்மதியாக இருக்குங்க. ஃபஸ்ட்லலாம் ஆனை வந்ததுன்னா எங்களுக்கு தெரியாமையே உள்ளே வந்துடும். ஆனால் இப்போ இது இருக்கிறதுனால இப்போ ஆனை வந்தாலும் இது விரட்டுறதுலேயே ஆனை விலகி போயிடுது. நாங்கள் கொஞ்சம் நிம்மதியாக இப்போ தூங்குறோங்கய்யா. ராத்திரி ஆச்சுன்னா அலரன்ஸ் இது மாதிரி 108 மாதிரி கூட சத்தம் போடும், இல்லை ஆம்புலன்ஸ் மாதிரி, அல்லது நம்ம மக்களே இங்கேருந்து சத்தம் போடுற மாதிரி அந்த கேமராத்துக்குள்ளே செட்டிங் பண்ணி வச்சுருக்காங்க. அது வந்ததுக்கப்புறம் நாங்கள் அது சேதம் பண்ணதுக்கப்புறம் தான் எங்களுக்கு தெரியும் அது வந்திருக்குன்றது. அதுக்கப்புறம் தான் மக்கள் என்ன பண்ணுவாங்க, எங்களுக்கு ஃபோன் பண்ணுவாங்க, ஃபாரஸ்ட்டுக்கு ஃபோன் பண்ணுவாங்க, ரேஞ்சருக்கு ஃபோன் பண்ணுவாங்க. அப்புறம் அவங்கெல்லாம் வண்டி எடுத்துகிட்டு வந்து அதெல்லாம் விரட்டுவாங்க. இப்போ என்ன அப்படின்னா, இந்த மிஷின் மாட்டினதுலேருந்து அது வந்து தானாகவே அப்சர்வ் பண்ணிக்குது. அந்த யானை வந்துச்சுனாவே அந்த ஒரு 500 மீட்டர்ஸ்லேயே வந்து அதை அப்சர்வ் பண்ணி அலாரம் ரைஸ் பண்ணதுனால மக்களும் வந்து அலாரம் அடித்தாவே வந்து யானை வந்துருச்சுன்னு புரிஞ்சுக்கிறாங்க, அலர்ட் ஆகிடுறாங்க. இது வந்து ஃபாரஸ்ட்டுக்கும் டைரக்ட் கனெக்ஷன் இருக்கனால அவங்களும் வந்து அலர்ட் ஆகிக்கிறாங்க. കഴിഞ്ഞ 6 മാസമായിട്ട് ഇവിടുത്തെ ഗ്രാമീണർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാട്ടാനകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് റെക്കോർഡ് ചെയ്ത് വെച്ച ശബ്ദമാണെന്ന് പറഞ്ഞാൽ ചിലപ്പം കാട്ടാനകൾ ഇങ്ങോട്ട് വന്നതെല്ലാം ചവിട്ടിക്കുട്ടി എറിഞ്ഞ് വീണ്ടും ഇങ്ങോട്ടേക്ക് കടന്നു വരാം. പക്ഷേ 6 മാസമായിട്ട് ഇത് വിജയകരമാണ്. മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ സംവിധാനത്തിന്. ഇവിടെ കാട്ടാനകൾ ഉപദ്രവിക്കപ്പെടുന്നില്ല, മനുഷ്യരും ഉപദ്രവിക്കപ്പെടുന്നില്ല. ഇത്തരം പരീക്ഷണങ്ങളൊക്കെ തമിഴ്നാട്ടിൽ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കിതൊക്കെ ആകാം. എന്തായാലും കാട്ടാനകളെ ഓടിക്കാനുള്ള മനുഷ്യൻ്റെ ഓരോരോ കണ്ടുപിടുത്തങ്ങളെ മേട്ടുപ്പാളയിൽ നിന്ന് ക്യാമറമാൻ ബിനു തോമസിനും ബിനീഷ് പറവൂരിനൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.